നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ അച്ഛൻ പറയും ഇന്റർവ്യൂവിന് വരുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം ഗോൾ അടിക്കുന്നതിലാണ്. ഫോക്കസ് വളരെ ക്ലിയർ ആണ്. കോർണർ കിക്ക്, ഔട്ട് സ്വിംഗിംഗ് ബോൾ. ഏതായാലും കെവിൻ യോക്ക് ആ പന്ത് കളക്ട് ചെയ്ത് വീണ്ടും ഒരു അപകടത്തെ ഒന്ന് ചെലുത്താൻ നോക്കുന്നു. പക്ഷെ ഇവിടെയാണ് കുറച്ചൊരു കൺഫ്യൂഷൻ. ശ്രമിക്കുന്നുണ്ട് ടാർഗറ്റിലേക്ക് പലപ്പോഴും, പക്ഷെ ആ ശ്രമങ്ങൾ അച്ഛലിന് നൽകി അതിനുശേഷമുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ വിക്ടർ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അവിടെ ഒരു പുഷ് വന്നു. ഇവിടെ മത്യാസിന്റെ ഒരു ലോങ് റേഞ്ച് ദൂരത്തിലാണ്, എന്നാൽ ആരും ക്ലോസ് ഡൗൺ ചെയ്യാൻ വരുന്നില്ല. യെസ്, ഹോർമിപ്പാമിന് വന്ന മികച്ച ഒരു റിവേഴ്സ് ബോൾ ആയിരുന്നു ആദ്യം കെവിൻ യോക്കിൻ്റെത്. കട്ട് ബാക്ക്, നവോച്ചയുടെ കട്ട് ബാക്ക് മനോഹരം. ഫസ്റ്റ് ടൈം ഷോട്ട് ആ ഇടംകാലം കൊണ്ട് ഓപ്ഷൻ പോവുക. സോ ഫ്രീ കിക്കിന് തയ്യാറെടുക്കുന്നു ചെന്നൈ NFC. ഇനിഗോ മാർട്ടിൻ സോളോ ട്രൈ. പക്ഷേ സൂചിപ്പിച്ച വിപിന് പകരക്കാരനായിട്ട് ആ മാറ്റവുമായിട്ടാണ് നിലവിൽ ഈ നിമിഷങ്ങളിൽ ഡേവിഡ് കാറ്റല എബിൻ ദാസിനെ കൊണ്ടുവരുന്ന. സ്റ്റിൽ റിക്കവർ ചെയ്ത് ചെന്നൈയുടെ മുന്നേറ്റം പ്ലേ ഓൺ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. സോ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കെവിൻ യോക്ക് ബോക്സിന് തൊട്ടു വെളിയിൽ കാത്തു നിൽക്കുന്നു. ക്രോസിംഗ് കമ്മിങ്, പഞ്ച് ചെയ്ത് അകറ്റുകയാണ് നവാസ് ആ പന്തിനെ. അപകടങ്ങളെ ഒട്ടുകയാണ്. സോ അങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നിഹാൽ റൈറ്റ് ഫ്ലാങ്കിലൂടെ ഓവർ ടു സന്ദീപ്. സന്ദീപിന്റെ ക്രോസ് ഇൻകമിംഗ്, ഹെഡർ ട്രൈ ബൈ അഫ്സൽ. സ്റ്റിൽ ചാൻസ് ആണ്, പക്ഷേ ഞാൻ സൂചിപ്പിച്ച കൺവേർഷനിലേക്ക് ഇപ്പോഴും എത്തേണ്ടിയിരിക്കുന്നു. കെവിൻ യോക്ക് വെച്ചു കൊടുക്കുന്നു. ട്രൂഹിയോ മിനിറ്റ് ആണ് ഇനി റെഗുലർ ടൈമിൽ ഈ മത്സരത്തിൽ ശേഷിക്കുന്ന സമയം. റൈറ്റ് ഫ്ലാങ്കിലൂടെ വീണ്ടും മറ്റൊരു അറ്റാക്കിനെത്തുന്നു. നോക്കുക, റൈറ്റ് ഫ്ലാങ്കിൽ സ്റ്റിൽ നിഹാൽ. The cross, header try, and oh yes, അവിശ്വസനീയമെന്നും. Dipping ball to Kevin York. York in the cross. Oh, unbelievable. ഗോൾ വലയിലേക്ക് പന്തിന്റെ കോണ്ടാക്ട് വരുന്നില്ല. യെസ്, എബിൻ ദാസ് നൽകിയ പോളാണ് കെവിൻ യോക്കിലേക്ക് എത്തുമ്പോൾ ചെന്നൈ അപകടം മണത്തിരുന്നില്ല. എന്നാൽ അതൊരു സുവർണാവസരമാണെന്ന് മനസ്സിലാക്കി ശബ്ദമുയരുന്നത് കാണാം മൈതാനം. യെസ്, എബിൻ ദാസിന്റെ ആ ഒരു ഷോട്ട് 2 ഡിഫ്ലക്ഷൻ നാംതയിലും അതുപോലെ തന്നെ പ്ലാസ്റ്റർ സീസണിൽ അടിച്ചിട്ടുള്ളൂ. അത് എബിൻ ദാസിന്റെ സെറ്റ് പീസിൽ നിന്നായിരുന്നു. അവിടെ ഫ്രീ ആയി ഹെഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം ടാർഗറ്റിലേക്കുള്ള കൺവേർഷനായി മാറുന്നില്ല എന്നുള്ളതാണ്. യോക്ക് ഒരു ഈക്വലൈസറിന് വേണ്ടി ഇരച്ചെത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്, നിരന്തരമായി ട്രൈ ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്. ഹോമിപ്പാമിന്റെ ഡിപ്പിംഗ് ബോൾ, അവിടെ ഏരിയൽ ചാലഞ്ച്. ഒടുവിൽ ഗുവേറയുടെ ക്ലിയറൻസ് കളക്ട് ചെയ്ത് വീണ്ടും സ്റ്റിൽ ഹോൾഡിംഗ് പന്തുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. ജെ ക്രോസിംഗ് കമ്മിങ്, അസൽ ആൻഡ് ഷോട്ട് ശ്രമവുമായി അവിടെ നിഹാലിനെ രക്ഷപ്പെടാൻ ചെന്നൈ. മറ്റൊരു ക്രോസ് ശ്രമം യോക്ക് ഓടിയെടുക്കാൻ ഉയർത്തേണ്ട സമയമായി. കഴിഞ്ഞ കുറെ ക്രോസുകൾ അങ്ങനെയാണ്. സന്ദീപ് ഇവിടെ ഒരു ഏരിയൽ ക്രോസ് കൊണ്ടുവരുന്നു. യോക്ക് ഒന്ന് ട്രൈ നടത്തുന്നു. സ്റ്റിൽ എബിൻ ദാസ് ബോക്സിനുള്ളിൽ, പക്ഷെ അദ്ദേഹത്തിന് ഷീൽഡ് ചെയ്ത് ബെമാമർ അവിടെ. പക്ഷേ ഫൗൾ മാറ്റിവെക്കാം. അതിനിടയിൽ അങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോ അത് എന്തുകൊണ്ട് കണ്ടില്ല എന്നതിനെ പറ്റി വീണ്ടും ചൂണ്ടിക്കാണിക്കുമ്പോ അത്ര നല്ല സൂചനകളല്ല ഈ ആദ്യ 4 മത്സരങ്ങളും. ബെമാമറിന്റെ ട്രൈ ചെയ്യണം എന്നതിന്റെ ഒരു ആവേശം കൂടി തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാകും. സോ ഇവിടെ റൈറ്റ് ഫ്ലാങ്കിൽ നിന്നും ഒരു കട്ട് ബാക്ക് ശ്രമം, ഇവിടെ കിട്ടിയ ഒരു അവസരം.